ചെകുത്താന്റെയും കടലിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത് ചെകുത്താന്റെയും നടുക്ക് നിൽക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് പറ്റില്ല, ഞാൻ നോക്കില്ല. സർഗ ചിരിക്കരുതേ, ഫുൾ ആറ്റിറ്റ്യൂഡിൽ നിൽക്കണം. ഭയങ്കര രസമുണ്ട് അത്. അങ്ങനെ തന്നെ നിൽക്കണം മോളെ. പാറുവിന്റെ അടുത്തുള്ള ദേഷ്യം ഇപ്പൊ തീർത്തു. അതെ, ഇതാണ് സമയം. എന്തായാലും അടിപൊളി കേട്ടോ. മേക്കപ്പ് ചെയ്ത ആൾക്ക് വലിയൊരു കൈയടി. അതുപോലെ ഈ ആക്ട് ഫുൾ കൊറിയോഗ്രാഫി ചെയ്ത നമ്മുടെ ഷാഹുൽ ഷാഹുൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതാ, ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ആക്ച്വലി ലോകം അറിയട്ടെ ആരാണ് ഷാഹുൽ. അതെ, ഹായ് ചേട്ടാ.
അടിപൊളിയായിരുന്നു. ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസിന്റെയും കൊറിയോഗ്രഫീസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓടി നടന്ന് മാനേജ് ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് എല്ലാ പെർഫോമൻസിലും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് വെച്ചിട്ട് എല്ലാവർക്കും കട്ടക്കാണ് ഞാൻ മാക്സിമം പ്രാക്ടീസ് എല്ലാം കൊടുത്തത്. അതിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് 100-ൽ 100 മാർക്കാണ്. താങ്ക് യു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എന്റെ വൈഫുണ്ട്, എന്റെ അസിസ്റ്റന്റ് ആണ്, അസിസ്റ്റന്റും ഉണ്ട്, എന്റെ ബിച്ചു എന്ന് പറയുന്നത്, ഇന്ദു എന്റെ വൈഫാണ്. ഞങ്ങൾ 3 പേര് കൂടാണ് ഇത് മൊത്തത്തില് പല സ്ഥലങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാക്സിമം ഗംഭീരമാക്കാൻ വേണ്ടി ഒലിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. ഒരാളെയും നമ്മൾ എന്താ പറയാ, എല്ലാവർക്കും മെയിൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാത്തിനും പ്ലാൻ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിട്ട് അഭിനയിക്കുകയും ചെയ്തു. നമുക്ക് തിരിച്ചും തന്നു. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന എല്ലാ എന്താ പറയാ, കുട്ടികളുടെ അച്ഛനും അമ്മമാരും കുട്ടികളും എല്ലാവരും നമുക്ക് കൊടുക്കുന്ന ഓരോ ഡെഡിക്കേഷൻ അവർ തിരിച്ചിങ്ങോട്ട് തരുന്നുണ്ട്. അപ്പൊ ഷാഹുലേട്ടനും ടീമിനും വലിയൊരു കൈയടി. രാഹുൽ വണ്ടർഫുൾ. ഷാഹുൽ താങ്ക് യു. ആ കഠിനാധ്വാനത്തിന് ഫലമുണ്ട് ഉറപ്പായിട്ട്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു. അച്ഛനെയും അമ്മയും വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന 2 കുട്ടികൾ. അതെ ഒന്നിനെ കൊണ്ടുപോയി പ്രേതമാക്കിയിട്ട് കൊണ്ടുവന്ന്. അതെ, ഓക്കെ, പരിചയപ്പെടുത്ത്. അമ്മേനെ ഞങ്ങൾക്ക് അറിയാം. ഇത് അച്ഛൻ പേര് സന്തോഷ് കുമാർ, അമ്മ അറിയാലോ പവിത്ര. ഇതെന്റെ ചേച്ചി സൂര്യ ഗായത്രി. ഇത് എന്റെ എന്താ പറയാ കസിനാണ് കിരൺ ചേട്ടൻ. ഓക്കെ, എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ. എന്താണ് ഈ ഫാമിലി റൗണ്ടിൽ ഈ ഒരു സോങ് എടുക്കാൻ തീരുമാനിച്ചേ? വെറുതെ നോക്കിയപ്പോ കിട്ടി. അവരുടെ ക്യാരക്ടർ അതാണല്ലോ. വെറുതെ നോക്കിയപ്പോ ഇതായിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അമ്മ അന്ന് വന്ന് ഞങ്ങൾക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് പോയി. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫാമിലി റൗണ്ടിൽ വീണ്ടും തിരിച്ചു വരും എന്ന് വിചാരിച്ചോ? ഇല്ല, ഒരിക്കലും ഇല്ല. അന്ന് പോയിട്ട് വല്ല മാറ്റമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഒട്ടും അനുസരിക്കത്തില്ല. അതാ മാറ്റം. അല്ല പാറു, ഇവള് ഇങ്ങനെയാ നോക്കണേ. അതാ മാറ്റമുണ്ട്. എന്തൊക്കെയാണ് അമ്മ മാറ്റങ്ങൾ? ജോലി ചെയ്യാൻ അടുത്തൊന്ന് ചോദിക്കും എന്തെങ്കിലും ചെയ്യണോ. വല്ലാത്ത പുരോഗമനമാണ് നമ്മുടെ. പക്ഷെ ഒന്നും ചെയ്യാറില്ല. ചോദിക്കും. അതന്നെ വലിയ കാര്യമാണ്. അച്ഛന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണോ? അതെ, ആദ്യമായിട്ടുള്ള ഒരു പേടിയായിരുന്നു സത്യത്തില്. എന്ത്, മക്കളെയാണോ? അല്ല, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിന്റെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഏറിയത് യക്ഷികളുടെ കൊണ്ടാട്ടം മഹാസമ്മേളനം നടക്കുന്നു. ഇനി ചേച്ചി. മുഖത്തേക്ക് നോക്കാൻ വയ്യട്ടോ. പറയൂ ചേച്ചി. ഇതുപോലത്തെ സ്റ്റേജ് കാണുന്നതും അതില് പങ്കെടുക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പൊ നല്ല പേടിയുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ, പക്ഷെ വർക്കായി. അതെ, വർക്കായിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു യക്ഷി പേടിച്ച് കാണുന്നു. ചേച്ചിക്ക് എന്താണ് അനിയത്തിയെ കുറിച്ചുള്ള അഭിപ്രായം? വലിയ മാറ്റമൊന്നുമില്ല. വലിയ അഭിപ്രായമൊന്നുമില്ല, അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു ആണ്. അങ്ങനെ തന്നെയാ. തല്ലുപിടുത്തൊക്കെ ഉണ്ടാ? അതെപ്പോഴും ഉണ്ട്. അവൾ ചെയ്യുന്നു എന്ന വ്യാജേന പല കാര്യങ്ങളും ചേച്ചിയാണ് ചെയ്യുന്നത് എന്നൊക്കെ അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു. ഇവള് കാരണം വീട്ടില് ഇരട്ടി പണിയെടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ട ഷാനിക്ക, അതാണ് ഇതിപ്പോ നോക്കിക്കോ, യക്ഷി വേഴ്സസ് യക്ഷി ഫൈറ്റ്. ഓക്കെ, ഇനി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാറിയില്ലേ? എല്ലാം മാറി. ഓക്കെ, ഇനി നമുക്ക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഷാനിക്ക. സർഗ, എന്തോ അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. പതിവ് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലി റൗണ്ട് വരുമ്പോഴും നമുക്ക് ഈ ലിറിക് ഷീറ്റിലേക്ക് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആണ്. ഒന്ന് താഴെ നോക്കി മേലോട്ട് നോക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. പകുതി ഒരു കണ്ണ് ഇങ്ങോട്ടും ഒരു കണ്ണ് അങ്ങോട്ടും അങ്ങനെയൊക്കെയാണ് നോക്കണേ. പിന്നെ വല്ലാണ്ട് പിന്നെ പേഴ്സണലി എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ചെയ്തത് ബേണി ഇഗ്നേഷ്യസ്, ചിത്രാമ്മ പാടി, എസ് രമേശൻ നായരുടെ എഴുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒരു ഭയങ്കര ഒരു ഹോണ്ടിങ് ഫീലുള്ളൊരു പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. ആകെ ഞാനൊരു ആരോ ഇട്ട് വെച്ചത് ചരണത്തിലെ തരുമോ, അതൊന്ന് പാടിക്കടി മോളെ. തരുമോ അല്ല, ആ ഒരു ലൈനിന് പോലും ഉണ്ട് ആ ഒരു ഹോണ്ടിങ്നെസ് അല്ലേ? ഓക്കെ, ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ച് ചെയ്ത് കേട്ടോ. അച്ഛനൊന്നും ഫസ്റ്റ് ടൈം ആണ് സ്റ്റേജിൽ കയറുന്നതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതെ, അച്ഛൻ തമ്പുരാനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, അങ്ങോട്ട് നോക്കുന്നു, നിങ്ങളുടെ എല്ലാം ക്യാരക്ടർ ആയിരുന്നു. വേറെ അച്ഛൻ മരിച്ചല്ലോ.
പാട്ട് തീർന്ന അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ അങ്ങനെ തന്നെ മരിച്ചു കിടക്കായിരുന്നു. ആണോ? ലാസ്റ്റ് ഇവള് പോയി പ്രേതം പോയി എണീപ്പിച്ചു. പാട്ട് കഴിഞ്ഞു. എന്തായാലും നല്ലായിരുന്നു താങ്ക് യു സർ. കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. സർഗ എന്തോ? മനോഹരം. താങ്ക് യു സർ. വളരെ രസമായിരുന്നു. എനിക്ക് ഈ പ്രേതപടങ്ങളോട് അമിതമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കണ്ട് പേടിച്ച് കരഞ്ഞ് ആകെ ഞാൻ സത്യമാണ്. ഞാൻ ആ കോഞ്ചറിങ് കാണാൻ പോയപ്പോഴും ഞാൻ ഫാമിലിയോടെ പോയിട്ട് ഞാൻ അതിലൊരു ആ മറ്റേ മേളിലിരിക്കുന്ന സാധനത്തിനെ കണ്ട് ഞാൻ ഈ സീറ്റിന്റെ അടിയിൽ പോയി. ഇത് പേടിച്ചു കേട്ടോ. അത് പേടിച്ചു. അത് ഞെട്ടിയത് അതുപോലെ ഞാനും ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മറ്റവരെല്ലാം കൂടായിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ കിടക്കുന്നു. പിന്നെ എണീച്ചു വരുമ്പോഴത്തെ പടം തീരുകയും ചെയ്തു. അല്ല, എനിക്ക് ഈ ചിത്ര ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ് ഈ പ്രേതപ്പടങ്ങൾ. എന്താ ഒടുക്കത്തെ പേടിയുക കണ്ട് പേടിക്കാനേ. അതിനകത്ത് കാണും ചേച്ചി ഇരുന്നിട്ട് കഷ്ടപ്പെട്ടിട്ട്. അപ്പൊ ഒന്ന് ചേച്ചി പാടിയതും കൂടെ അല്ല. അപ്പൊ അത് കുറെ സന്തോഷം. നല്ല രസമുള്ള പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു ഒറ്റ ചോദ്യം, യക്ഷി ഡയറ്റിങ്ങിലാണോ അതോ പട്ടിണി കിടന്ന് തട്ടിപ്പോയ യക്ഷിയാണോ? മോളെ ഇങ്ങനെയൊക്കെ ഒന്നാവാൻ ഞങ്ങളൊക്കെ എന്ത് പ്രാർത്ഥിക്കുന്നറിയാം. ഒന്നും നടക്കുന്നില്ല. മാത്രല്ലേ കുടിക്കുന്നുള്ളൂ. കൊതുകാണോ? ഇടയ്ക്കിടയ്ക്ക് മാംസമൊക്കെ കടിച്ച് തിന്നും. ഇത് അങ്ങനെയുള്ളത് മാംസയക്ഷികളാ. പിന്നെ എനിക്ക് ഈ മറ്റേ യക്ഷി മോടെ ചേച്ചി പുറകെ വന്നതൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അത് യക്ഷി ഇവിടെ വന്ന് എന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോഴേ ഒരു ഡ്രാക്കുള ഇരിക്കുന്നു. കണ്ടം വഴി ഓടി. കറുപ്പ് വേഷവും. എനിക്ക് യക്ഷിയല്ല പേടി, കുട്ടിയെ കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ചത്. സത്യം. ഓക്കെ, കൊള്ളാം. അപ്പൊ അതൊക്കെ കൊള്ളാം. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. സത്യം പറഞ്ഞ ഒരു സിനിമ കണ്ട് പേടിച്ച ലക്ഷണമുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. നന്നായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ സ്ട്രിങ്സ് വായിച്ച 2 പേര് ഇവിടെ നമുക്കുണ്ട്. ജോസൂട്ടിയും ജെയിനും. അവരെന്റെ ഒറിജിനൽ വായിച്ചവരാണ്. അപ്പം ഒരുവിധം ഒരുപാട് ഒറിജിനൽസ് വായിച്ചിട്ടുണ്ട്. അതെ അതെ, നമുക്കത് കുറെ സന്തോഷം. അങ്ങനെ ഒരു ഓർക്കസ്ട്ര നമുക്ക് കുറെ സന്തോഷം. അപ്പൊ മക്കളെ ചക്കരെ പഞ്ചാര യക്ഷി നന്നായിട്ട് പാടി കേട്ടോ മോളെ. ബ്യൂട്ടിഫുൾ. താങ്ക് യു ശരത് സാർ. ഉണ്ണി സാർ. അടുത്ത ഡ്രാക്കുള. അയ്യോ, എന്തൊരു രസമായിരുന്നു. ഓ മൈ ഗോഡ്, അമേസിംഗ് ആയിരുന്നു. ഭയങ്കര ബ്രില്യന്റ് സിംഗിങ്. ഫ്രോം ആ സ്റ്റാർട്ടിംഗ് ഒക്കെ സൂപ്പർബായിരുന്നു. ആ പല്ലവി തുടങ്ങിയതും പാടി വന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ണി സാർ. ഓക്കെ, അപ്പൊ യക്ഷി മാർക്ക് ചോദിക്കാം അല്ലേ? ചോദിക്കാം. ഷാനിക്ക 9.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ 0.5 + 9. താങ്ക് യു സാർ. ഉണ്ണി സാർ ഇതിന്റെ അപ്പുറം ഇനി മാർക്ക് ഇടാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് ഇടണ്ടായിരുന്നു. പറഞ്ഞാ പോരായിരുന്നു. എന്തോന്നുണ്ടി. ഓക്കെ, സോ ടോട്ടൽ 19 മാർക്സ്. ഓ, എനിക്ക് തോന്നുന്നു ഈ ഷെഡ്യൂളിലെ ഹൈയസ്റ്റ്. കൺഗ്രാറ്റ്സ്, സൂപ്പർ. താങ്ക് യു. അമ്മേ ഓടിക്കോ.